അസ്സലാമു അലൈക്കും. സകാത്തിനെ കുറിച്ച് ഓരോ മാസവും 10 ദീനാർ അല്ലെങ്കിൽ 100 ദിർഹം എന്ന രൂപത്തിൽ ഒരുമിച്ച് കൂട്ടി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ. അതിൽ ഭാഗഭാക്കാവുന്ന ആളുകൾ അവരവരുടെ വിഹിതത്തിന് സകാത്ത് കൊടുക്കേണ്ടി വരുന്ന രൂപം. സകാത്ത് നിർബന്ധമാകുന്നത് അവനവന്റെ ഉടമയിലായി 595 ഗ്രാം വെള്ളി, അതിന് വരുന്ന വില അതിന്റെ ഉടമയായി തീരുമ്പോഴാണ്. മാസം തോറും വെക്കുക അല്പാൽപം എന്ന് പറയുമ്പോൾ അതിന് അടിസ്ഥാനമാക്കേണ്ടത് ഇംഗ്ലീഷ് മാസമല്ല, അറബി മാസമാണ്. അപ്പോൾ ഒരാൾ ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ ഒരു മുഹറം 1 ചേർന്നു. ആ 1-ാം തീയതി അയാൾ 10 ദിനാർ വെച്ചു. സഫറിന് വീണ്ടും 10. അടുത്ത മുഹറം ആകുമ്പോഴേക്ക് ഇംഗ്ലീഷ് കൂട്ടരുത്, അറബി തന്നെ. കാരണം ഇംഗ്ലീഷും അറബിയും തമ്മിൽ ഒരു കൊല്ലത്തിൽ 11 ദിവസത്തിന്റെ വ്യത്യാസം ഉണ്ടാവും. അറബി വേഗം കൊല്ലം പൂർത്തിയാകുമെന്നർത്ഥം. അപ്പോൾ തൊട്ടടുത്ത മുഹറം ആകുമ്പോഴേക്ക് 12 മാസത്തെ വെപ്പ് 120 ദീനാർ. ആ 120 ദീനാറിന് മൂല്യം കണക്കാക്കിയപ്പോൾ അതിന് 595 ഗ്രാം വെള്ളിക്ക് സമാനമായ തുക എത്തുന്നേ ഉള്ളൂ, എത്തിക്കഴിഞ്ഞിട്ടില്ല എന്ന് വന്നാൽ ഈ സമയത്തും അയാൾ സകാത്ത് കൊടുക്കൽ നിർബന്ധമായ ആൾ ആയിട്ടില്ല. അതേസമയം വെറും 10 മാസം പിന്നിട്ടപ്പോഴേക്ക് തന്നെ അദ്ദേഹം വെച്ച 100 ദീനാറിന് ആ 10-ാം മാസം വെച്ച 10 ദീനാർ അടക്കമുള്ള 100 ദീനാറിന് മാർക്കറ്റിൽ 595 ഗ്രാം വെള്ളി കിട്ടുന്ന പശ്ചാത്തലമുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അത് അവിടെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം നിസ്വാബ് എത്തിച്ചവനായി പരിഗണിക്കപ്പെടുന്നത്. എന്നുവെച്ചാൽ ഈ കഴിഞ്ഞ 9 മാസങ്ങളിലെയും അദ്ദേഹത്തിന്റെ വെപ്പിന്റെ പേരിൽ അദ്ദേഹം ഒരു മുതലാളിയായി തീർന്നിട്ടില്ല. 10-ാമത്തെ മാസവും കൂടി വെച്ചപ്പോൾ 100 ദീനാർ തികയുകയും അതിന് മാർക്കറ്റിൽ 595 ഗ്രാം വെള്ളി വാങ്ങാൻ വേണ്ടി വരുന്ന തുക, ഉദാഹരണത്തിന് ഒരു 23,000 ഉറുപ്പിക. 23,000 ഉറുപ്പിക കൊടുത്താൽ മാർക്കറ്റിൽ 595 ഗ്രാം വെള്ളി കിട്ടും. നമ്മുടെ കാശ് 100 ദീനാർ എന്ന് പറയുന്നത് കൊണ്ട് 23,000 ഉറുപ്പിക അതിന്റെ മൂല്യമുണ്ട്, ആ വെള്ളി വാങ്ങാനുള്ള തുകയുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ മാസം മുഹറം, സഫർ, റബീഉൽ അവൽ, റബീഉൽ ആഖിർ, ജമാദുൽ അവൽ, ജമാദുൽ ആഖിർ, റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ മാസം 1-ാം തീയതി 10 ദീനാർ കൂടി വെച്ചിട്ട് 100 ദീനാർ തികച്ച ആള് ആ ശവ്വാൽ 1 മുതൽക്കാണ് 595 ഗ്രാം വെള്ളിയുടെ മൂല്യത്തിന്റെ ഉടമയായത്, അഥവാ നിസ്വാബിന്റെ ഉടമയായത്. ഇനി ഈ ശവ്വാൽ 1 മുതൽക്ക് അടുത്ത ശവ്വാൽ ആകുമ്പോൾ മാത്രമാണ് അയാൾ സകാത്ത് കൊടുക്കേണ്ടത്. നിസ്വാബ് എന്ന് പറയുന്ന തുകയുടെ ഉടമയായി കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഒരു കൊല്ലം പിന്നിടണം. അപ്പോൾ അടുത്ത ശവ്വാൽ 1 ആകുമ്പോൾ അദ്ദേഹം സകാത്ത് കൊടുക്കേണ്ടത്, നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, 100 ദീനാറിന് 595 ഗ്രാം വെള്ളി കിട്ടും എന്ന സങ്കല്പത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. എങ്കിൽ ഈ 2-ാമത്തെ ശവ്വാൽ 1 ആകുമ്പോൾ ഇതിൽ ചേർന്നിട്ടുള്ള വ്യക്തി അദ്ദേഹം ഈ വെച്ചിട്ടുള്ള 100 ദീനാറിന്റെ 2.5% സകാത്ത് കൊടുക്കണം. ആ ശവ്വാൽ കഴിഞ്ഞതിന് ശേഷം വരുന്നത് റമളാനാണ്. ഈ റമളാൻ മാസത്തിലും അദ്ദേഹം സകാത്ത് കൊടുക്കണം. അത് കൊടുക്കേണ്ടത് 10 ദീനാറിന്റെ 2.5%.
മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാദുൽ അവ്വൽ, ജമാദുൽ ആഖിർ, റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ. ശവ്വാലിന് ശേഷമുള്ള മാസം ദുൽഖഅദ. റമളാനിൽ തെറ്റിയ ദുൽഖഅദ. ദുൽഖഅദയിൽ അദ്ദേഹം കൊടുക്കേണ്ടത് 10 ദീനാറിന്റെ 2%. തൊട്ടടുത്ത മാസം ദുൽഹിജ്ജ. അപ്പോൾ അദ്ദേഹം കൊടുക്കേണ്ടത് വീണ്ടും 10 ദീനാറിൻ്റെതാണ്. അങ്ങനെ ഓരോ മാസവും കൊടുക്കുകയോ? അതെ, അങ്ങനെ തന്നെയാണ്. എന്താ കാരണം? അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള 100 എന്ന ദീനാറിലേക്ക് പിന്നീട് 10 ദീനാറ് കടന്നു വന്നിട്ട് ഒരു കൊല്ലം പൂർത്തിയാകുമ്പോഴേ ആ 10 ദീനാറിന് സക്കാത്ത് വാജിബാകുന്നു. ആ 10 ദീനാറിന് സക്കാത്ത് വാജിബായാൽ എല്ലാം കൂടി അവസാനം ഒന്നിച്ച് കൂട്ടിക്കൊടുത്താൽ പോരെ എന്ന് വെക്കുമ്പോൾ അത് നിസ്കാരം ഖളാക്കുന്നത് പോലെ ഒരു ഖളാക്കൽ പരിപാടിയായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തുടർന്ന് വരാൻ പോകുന്ന ഓരോ മാസങ്ങളിലും 10 ദീനാറുകൾക്ക് വീതം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് കൊല്ലങ്ങളോളം തുടരുന്ന ഒരു പദ്ധതിയാണ് എങ്കിൽ അപ്പോൾ 10 ദീനാറിൻ്റെ മതിയാവില്ല. ഒരു മാസത്തിൽ 20 ദീനാറിൻ്റെതായി കൊടുക്കേണ്ടി വരും. കൊല്ലം ഒന്നുകൂടി കൂടുമ്പോൾ ഒരു മാസത്തിൽ 30 ദീനാറിൻ്റെതായി കൊടുക്കേണ്ടതായി വരും. കാരണം അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത വർഷങ്ങളിലും ഇതേ മാസത്തിൽ 10 വരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തിലെ 10ൻ്റെത് അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ അതാത് കൊല്ലം എണ്ണം കൂടുന്നതിനനുസരിച്ചുകൊണ്ട് ഈ മാസം തോറുമുള്ള തുകയുടെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. കൊടുക്കേണ്ടത് എപ്പോഴും 2.5%. ഇതൊരു ബുദ്ധിമുട്ടാവുകയില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ മറുപടി അല്ലാഹ് ആവാതിരിക്കുക എന്നതാണ് ഒരു മനുഷ്യന്റെ ബാധ്യത. അപ്പോൾ ആ ബാധ്യത തീർക്കുന്നതിന് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാൽ ബുദ്ധിമുട്ട് സഹിക്കുക തന്നെ. അതായി നിർവഹിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും അതായി നിർവഹിക്കണമല്ലോ. ഇതാണ് അസ്സലാമു അലൈക്കും.